നമസ്കാരം. കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ മൂവാറ്റുപുഴ ഡിവിഷനിൽ UDFിന് എതിരായി വിമത സ്ഥാനാർത്ഥി അനിത അനീഷ് നമ്മോടൊപ്പം ചേരുകയാണ്. അനിത അനീഷ്, താങ്കളിപ്പം കോൺഗ്രസിൻ്റെ പഴയകാല പ്രവർത്തകയാണ്, ഇപ്പോഴും പ്രവർത്തിക്കുന്ന സജീവ പ്രവർത്തനമാണ്, എല്ലാവർക്കും അറിയുന്ന ആളാണ്. താങ്കളിപ്പം സ്വന്തം പാർട്ടിക്ക് എതിരായിട്ട് മത്സരിക്കുകയാണ്. താങ്കൾ ഉന്നയിക്കുന്ന ആരോപണം, അതായത് രമ്യ ഹരിദാസ്, മുൻ MP രമ്യ ഹരിദാസിൻ്റെ അമ്മ അവർക്ക് സീറ്റ് കിട്ടുന്നതിന് വേണ്ടി DCC ഓഫീസിന് മുന്നിൽ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു, അതുകൊണ്ടാണ് അവർക്ക് സീറ്റ് ലഭിച്ചതെന്ന്. ശരിയാണോ? അതിനെന്തെങ്കിലും തെളിവുണ്ടോ? തെളിവില്ല. താങ്കൾ കേട്ട് അറിവ് മാത്രമാണ്. ഇപ്പോൾ കേരളത്തിൽ രണ്ടാമത്തെ കക്ഷിയാണ് സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. നേരത്തെ മറ്റൊരു സ്ഥലത്ത് ഇതുപോലെ അയാൾക്ക് സീറ്റ് കിട്ടി. ഓക്കെ, താങ്കൾ പറയുന്നതിന് തെളിവുകളില്ല. ശരി, പോട്ടെ. എന്തുകൊണ്ടാണ് ഇത്രയും കാലം വിശ്വസിച്ച പാർട്ടിയിൽ നിന്ന് മാറിക്കൊണ്ട് താങ്കൾ മത്സരിക്കാൻ തയ്യാറായത്? അതിന് കാരണം ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് തന്ന സീറ്റ് അത് നിഷേധിച്ചത് കൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഞാൻ സീറ്റിന് വേണ്ടിയിട്ട് പോയിട്ട് അല്ല വിഷയം ഉണ്ടായത്. തന്ന സീറ്റ് മണിക്കൂറുകളോളം പാർട്ടി നേതാക്കൾ നിങ്ങളെ വന്ന് കണ്ട് നിങ്ങളോട് അഭ്യർത്ഥിച്ച അനുസരിച്ചാണ് താങ്കൾ മത്സരിക്കാൻ തയ്യാറായത്. അതെ 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 അതെ. പിന്നീട് എപ്പോഴാണ് ഈ മാറ്റം ഉണ്ടായത്? പിന്നീട് എനിക്ക് എൻ്റെ സാധനം തന്നു, എല്ലാം ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി 1:30-ക്കാണ് രാധാ ഹരിദാസ് മണ്ണെണ്ണ ഒഴിക്കുന്നത്, ആത്മഹത്യാ ഭീഷണി DCCക്ക് മുന്നിൽ പറയുന്നത്. അങ്ങനെ DCCന്ന് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ കേട്ടത്. അവർ KPC തലത്തിലേക്ക് പോയി. അവിടെ നിന്നാണ് അവരുടെ മകൾ രമ്യ ഹരിദാസ് അതിന്റെ വൈസ് പ്രസിഡന്റ് ആണല്ലോ. അല്ല, രമ്യക്ക് നല്ല ബന്ധങ്ങളും മുകളിലും ഉണ്ടല്ലോ, പാർട്ടിയുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ സാധാരണ പ്രാദേശിക പ്രവർത്തകർ മാത്രമാണ്. പിന്നീട് ഇവര് നിങ്ങളെ ബന്ധപ്പെടുകയും ഇന്നലെ ആയിരുന്നല്ലോ അവസാന ദിവസം, അവസാനമായിട്ട് പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസം ഇതായിരുന്നല്ലോ. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന്, പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കോംപ്രമൈസോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ എന്തെങ്കിലും വന്നിരുന്നോ? കോംപ്രമൈസ് പാർട്ടി ലാസ്റ്റ് നിമിഷം വന്നിട്ടില്ല. എനിക്ക് രാധാ ഹരിദാസ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിന്റെ തൊട്ടുപുറകിലായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് ഒരു നേതാവ്, നമ്മുടെ കോഴിക്കോട് ജില്ലേൻ്റെ മഹിളാ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനം കൊടുത്തു എന്നും പറഞ്ഞിട്ട് ഒരു ഇത് വന്നിട്ടുണ്ട്. അല്ലാതെ ഒഫീഷ്യലായിട്ട് നിങ്ങൾ ആരും അറിയിക്കുകയോ സമീപിക്കുകയോ ചെയ്തിട്ടില്ല. അത് ഞങ്ങൾ എന്താ പറയുക, അതൊരു അംഗീകരിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടീൻ്റെ സ്ഥാനമൊക്കെ ഇങ്ങനെ ആരെങ്കിലും വഴിയൊക്കെ ഇങ്ങനെ വരേണ്ടതല്ലല്ലോ. നമ്മൾക്ക് അങ്ങനെയാണ് നേരിട്ട് തരിക, അല്ലെങ്കിൽ നമ്മളോട് പറയുക, കാര്യങ്ങൾ പറയുക. അതുമല്ല, പിന്നെ ഈ ഒരു സമയത്ത് തന്നാൽ ഓഫറായിട്ട് സ്വീകരിച്ചിട്ട് ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല. ഇപ്പം നിങ്ങൾ അവരെ സമീപിക്കാത്തത് കൊണ്ടാണ്, അതുകൊണ്ടാണോ ഈ വാശിയും ഇത്? അല്ല, അവര് സമീപിച്ചിട്ടില്ല ഇതുവരെ. സമീപിച്ചാലും എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം അനിത, ഈ നിങ്ങൾ മത്സരിക്കുന്ന നിങ്ങളൊരു വ്യക്തി മാത്രം, ഇതൊരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തകരുണ്ട്. നിങ്ങൾ മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുപാട് ബാധ്യതകളും അങ്ങനത്തെ കാര്യങ്ങളില്ലേ? പാർട്ടിയോടാണ് മത്സരിക്കുന്നത്. നിങ്ങൾ വളർത്തി വലുതാക്കിയ പാർട്ടിയല്ലേ? അപ്പോൾ ആ പാർട്ടിയോടാണോ നിങ്ങൾക്ക് ദേഷ്യം, അതോ വ്യക്തികളോടോ? പാർട്ടിയോട് ഒട്ടും എനിക്ക് പാർട്ടിനോട് ദേഷ്യമില്ല. എന്താ പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഞാൻ ഇന്നും ഇപ്പോഴും ഇനി എന്നെ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയാലും ഞാൻ സ്നേഹിക്കും. എനിക്ക് വ്യക്തികളോടാണ്, അതായത് ഏറ്റവും കൂടുതൽ എനിക്ക് വ്യക്തികൾ അതിലടങ്ങുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും ഏറ്റവും കൂടുതൽ രമ്യയുടെയും അവളെ അമ്മയോടും. കാരണം അവരെൻ്റെ പിറകെ തന്നെ ഉണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. ഞാൻ വിട്ടു നിന്നിട്ട് അവർക്ക് എന്താണ് നേട്ടം, അതും എനിക്കറിയില്ല. അല്ല, ഇവർക്ക് കഴിഞ്ഞ തവണയും സ്ഥാനങ്ങൾ കൊടുത്തു. ഇപ്പോൾ രമ്യയെ സംബന്ധിച്ചോ MLA സ്ഥാനം, MP സ്ഥാനം, MLA മത്സര സീറ്റ് കൊടുത്തു. അതുപോലെ തന്നെ അവരുടെ അമ്മയ്ക്ക് കുന്നമംഗലം ബ്ലോക്കിൽ ഇതെല്ലാം കിട്ടിയിരുന്നു. അന്നും നിങ്ങൾ സാധാരണ അവര് 2 പ്രാവശ്യം ഇതേ ഡിവിഷനിൽ നിന്ന് മത്സരിച്ചു. രമ്യ ഇവിടെ നിന്ന് മത്സരിച്ച് ബ്ലോക്കിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് പോയത്. അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രവർത്തകയാണ്. അതെ, യെസ്, ഞാൻ പ്രവർത്തിച്ചാളാണ്. രമ്യയുടെ കൂടെ ഞാൻ പ്രവർത്തിച്ചാളാണ്. അവരിൽ നിന്നാണ് ഈ തിരിച്ചടി വന്നിരിക്കുന്നത്. തീർച്ചയായും നല്ല വാശിയിലാണ് അല്ലേ? അല്ല, അത് അങ്ങനെ തന്നെ. എന്നാലും നമ്മൾ തോളോട് തോളം നിന്ന ആളുകളെ രമ്യ. ചില വിട്ടുവീഴ്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണമായിരുന്നു. ഇപ്പൊ നാളെ MP ആയതിനു ശേഷം ഞാൻ അവരെ കണ്ടിട്ടില്ല. ഇങ്ങോട്ട് വന്നിട്ടുമില്ല. ഇല്ല. ഒരു നന്ദി വാക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. നന്ദി വാക്കുകൾക്കൊന്നും ഇപ്പം ഇവിടെ ഒരു വില കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു. പ്രവർത്തകരോടും ഈ നാട്ടിലെ വോട്ടർമാരോടും നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള, ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിന് മിനിമം നമ്മൾ അതിനൊരു ആ ഒരു സ്ഥാനത്തേക്ക് വരാനുള്ള യോഗ്യത ഉണ്ടോ? ഒരു പാർട്ടിയുടെ പോസ്റ്റ് മാത്രം കിട്ടിയിട്ടും കാര്യമില്ല, ഒരുപാട് മത്സരിച്ചിട്ടും കാര്യമില്ല. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ അവരെ സ്വീകരിക്കുന്നുണ്ടോ എന്നുകൂടി അറിയണം.
എന്നെ സംബന്ധിച്ച് എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. നിങ്ങളിപ്പം ഏറ്റവും വലിയൊരു ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ആത്മഹത്യാ ശ്രമം നടത്തി എന്ന് പറയുമ്പോൾ അത് കുറ്റകരമാണ്. സാമൂഹ്യ പ്രവർത്തകർ ആത്മഹത്യ പാടില്ല എന്നും ജനങ്ങളുടെ ബോധവൽക്കരിക്കപ്പെടേണ്ട അല്ലെങ്കിൽ കൊണ്ടുവരേണ്ട വ്യക്തികളെ സാമൂഹ്യ പ്രവർത്തകർ സീറ്റിനു വേണ്ടി ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരുടെ പേരിൽ ഒരു കേസ് എടുക്കാമല്ലോ. അതൊക്കെ ചെയ്യുന്നവർ ചെയ്യട്ടെ. എനിക്കിപ്പോൾ പറയാനുള്ളത്, എനിക്ക് ആത്മഹത്യ കൊണ്ടല്ല ഞാൻ മുന്നോട്ട് പോകുന്നത്. കാരണം എനിക്ക് ആത്മഹത്യ ചെയ്താൽ എനിക്കൊരു കുടുംബമുണ്ട്. ആ കുടുംബം ഉള്ളത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യില്ല. പാർട്ടിക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യാൻ എന്നെ നിർബന്ധിത ആക്കൂല, ഞാൻ ചെയ്യില്ല. അത് വേറൊരു സംഭവം. പക്ഷേ അവർക്ക് അതിലെന്താ നേട്ടം കിട്ടുന്നത് നമുക്കറിയില്ല. അത്രയേ ഉള്ളൂ. വിജയസാധ്യത എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? വിജയസാധ്യത എന്നെ സ്നേഹിക്കുന്നവർ എനിക്ക് വോട്ട് ചെയ്യേ, അതിൽ കൂടെ ഞാൻ വിജയിക്കോ, എനിക്ക് അതാണ്, അത്രേ പറയുള്ളൂ. നമ്മളെ കൂടെ നിൽക്കുന്നവർ നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാതിരിക്കാം. തൽക്കാലം നമുക്ക് വീട് പറയാം. ഇലക്ഷന് ശേഷം വീണ്ടും കാണാം. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. തൽക്കാലം വീട് പറയുന്നു. നന്ദി, നമസ്കാരം.